നാവികസേനയുടെ യുദ്ധവീര്യം നേരിട്ടറിയാൻ കടലിനടിയിൽ അന്തർവാഹിനി യാത്ര നടത്തിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇതോടെ നാവികസേനയുടെ അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറിയിരിക്കുകയാണ് ദ്രൗപദി മുർമു. 2006 മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ് ആദ്യമായി അന്തർവാഹിനിയിൽ യാത്ര നടത്തിയത്. നാവികസേനയുടെ അത്യാധുനിക കൽവാരി ക്ലാസ് അന്തർവാഹിനിയായ INS വാഗ്ഷീറിലാണ് രാഷ്ട്രപതി യാത്ര നടത്തിയത്. വിശാഖപട്ടണം തീരത്ത് നടന്ന ചടങ്ങിൽ നാവികസേന ഉദ്യോഗസ്ഥർ രാഷ്ട്രപതി സ്വീകരിക്കുകയായിരുന്നു. കടലിനടിയിലെ അന്തർവാഹിനിയുടെ സങ്കീർണമായ പ്രവർത്തന രീതികളും നാവികർ നേരിടുന്ന വെല്ലുവിളികളും സായുധ സേനയുടെ സുപ്രീം കമാൻഡർ കൂടിയ രാഷ്ട്രപതി നേരിട്ട് വിലയിരുത്തുകയായിരുന്നു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രപതിക്കൊപ്പം യാത്രയിൽ ഉണ്ടായിരുന്നു. നാവികസേനയുടെ യൂണിഫോം ധരിച്ചായിരുന്നു രാഷ്ട്രപതി യാത്രയ്ക്കെത്തിയത്. പ്രോജക്ട് 75 സ്കോർപിയൻ പ്രോഗ്രാമിന് കീഴിൽ ഉൾപ്പെടുത്തിയ 6ാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയാണ് INS വാഗ്ഷീർ. ഈ വർഷം ജനുവരിയിലായിരുന്നു അന്തർവാഹിനി നാവികസേനയിൽ കമ്മീഷൻ ചെയ്തത്. വയർ ഗൈഡഡ് ടോർപിഡോ, കപ്പൽവേധ മിസൈലുകൾ, നൂതന സോണാർ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന അന്തർവാഹിനി ഇന്ത്യയുടെ അണ്ടർ വാട്ടർ പോരാട്ട ശേഷിയുടെ കരുത്താണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി INS വാഗ്ഷീർ നീറ്റിലിറക്കിയത് 2022 ഏപ്രിൽ 21-നാണ്. തെക്കൻ മുംബൈയിലെ മസഗാവ് ഡോക്കിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ സെക്രട്ടറി അജയ് കുമാറാണ് അന്ന് അന്തർവാഹിനി നീറ്റിലിറക്കിയത്. നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് വാഗ്ഷീർ തുറമുഖത്തും കടലിലും കർശന പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴക്കടൽ വേട്ടക്കാരനായ സാൻഡ് ഫിഷിന്റെ പേരിലാണ് 6ാമത്തെ അന്തർവാഹിനി അറിയപ്പെടുന്നത് എന്ന് അന്നേ പുറത്തു വന്നിരുന്നു റിപ്പോർട്ടുകൾ. 1974 ഡിസംബറിലാണ് ആദ്യത്തെ അന്തർവാഹിനി വാഗ്ഷീർ കമ്മീഷൻ ചെയ്തത്. വർഷങ്ങൾ നീണ്ട സേവനം പൂർത്തിയാക്കി 1997 ഏപ്രിലിൽ ഇത് ഡീകമ്മീഷനും ചെയ്തിരുന്നു. ഫ്രഞ്ച് നാവിക പ്രതിരോധ ഊർജ്ജ കമ്പനിയായ DCNS രൂപകൽപ്പന ചെയ്ത 6 അന്തർവാഹിനികൾ നാവികസേനയുടെ പ്രോജക്ട് 75ന്റെ ഭാഗമായാണ് നിർമ്മിക്കുന്നതെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ചുമതല മസഗാവ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനായിരുന്നു. ഇതിൽ INS കൽവാരി, INS ഖണ്ഡേരി, INS വാഗീർ എന്നീ അന്തർവാഹിനികൾ 2021 നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തിന്റെ ആകാശക്കോട്ടയ്ക്ക് കരുത്തും പ്രതിരോധവുമായിരുന്ന റഫാൽ യുദ്ധവിമാനത്തിലും ഇന്ത്യയുടെ സർവ്വസൈന്യാധിപിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറന്നുയർന്നിരുന്നു. ഇതോടെ റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു മാറിയിരുന്നു. അംബാല വ്യോമതാവളത്തിൽ നിന്ന് റഫാലിൽ പറന്ന രാഷ്ട്രപതി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും അനുഗമിച്ചിരുന്നു. അരമണിക്കൂറോളം റഫാൽ വിമാനത്തിൽ രാഷ്ട്രപതി പറന്നു. രാവിലെ 10 മണിയോടെ അംബാല വ്യോമതാവളത്തിലെത്തിയ രാഷ്ട്രപതിയെ വ്യോമസേനാ മേധാവിയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണെന്ന് സ്വീകരിച്ചത്. പിന്നീട് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഗോൾഡൻ ആരോസിന്റെ ചിഹ്നം പതിച്ച പൈലറ്റ് യൂണിഫോമിൽ വ്യോമസേനാ മേധാവിക്കൊപ്പം വിമാനത്തിലേക്ക് കയറുകയായിരുന്നു. അംബാലയ്ക്ക് മുകളിലൂടെ ആകാശം കീറിമുറിച്ച റഫാൽ യുദ്ധവിമാനം രാഷ്ട്രപതിയുമായി പറത്തിയത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഗഹാനിയാണ്. അംബാലയിലെ വ്യോമത്താവളത്തിൽ ഇതാദ്യമായിട്ടാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത്. ഈ മാസം 18-ന് റഫാലിൽ പറക്കാൻ രാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും ഇത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത് 2ാം തവണയാണ് യുദ്ധവിമാനത്തിൽ പറക്കുന്നത്. സുഖോയ് 30 വിമാനത്തിലും രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്നു. 2023 ഏപ്രിൽ 8-നായിരുന്നു രാഷ്ട്രപതി സുഖോയ് 30 യുദ്ധവിമാനത്തിൽ പറന്നത്. അസമിലെ തേസ്പൂർ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്നായിരുന്നു അന്ന് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ പറന്നത്. പാക് അതിർത്തി പ്രദേശത്തിന് സമീപം ഇന്ത്യയുടെ സൈനിക അഭ്യാസം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കാണ് രാഷ്ട്രപതിയുടെ നീക്കം നടത്തിയത്. അതേസമയം ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനവുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അടുത്ത വർഷം ഒപ്പിട്ടേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ദി പ്രിന്റ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞ് സ്ക്വാഡ്രോൺ ശേഷി കുറയുന്നത് പരിഗണിച്ച് സേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കരാർ. ഏതാണ്ട് $2200 കോടി വരുന്ന പ്രതിരോധ ഇടപാടിനാണ് കളമൊരുങ്ങുന്നത്. കുറച്ച് റഫാൽ ഫ്രാൻസിൽ നിന്ന് നിർമ്മിച്ചു വാങ്ങിയതിനു ശേഷം ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന രീതിക്കാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുപ്രകാരം ഫ്രാൻസിൽ നിന്ന് നേരിട്ട് 18 റഫാൽ വിമാനങ്ങൾ വാങ്ങും. ശേഷിക്കുന്ന 96 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും. റഫാൽ നിർമ്മാതാക്കളായ ദസ്സോ ഏവിയേഷനും ഇന്ത്യയിലെ റിലയൻസ് ഗ്രൂപ്പും ഒരുമിച്ച സംയുക്ത കമ്പനിയായ ദസ്സോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ നാഗ്പൂരിലെ പ്ലാന്റിലാകും 96 റഫാലുകൾ നിർമ്മിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലുള്ള 2016 കരാർ പ്രകാരം 36 റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് ഇന്ത്യ വാങ്ങിയിരുന്നു. ഇവ ഹരിയാനയിലെ അംബാല, പശ്ചിമ ബംഗാളിലെ ഹസിമാര എന്നീ വ്യോമതാവളങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.